ഇന്ന് ജസ്ന സലീമിനെ കുറിച്ചാണ് ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാൻ ജസ് മോള് എന്നാണ് വിളിക്കാറ്. ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ജസ് മോളേ എന്നാണ് വിളിക്കാറ്. അപ്പോൾ നമ്മളെ കണ്ണൻ്റെ പടം വരച്ച് ഫേമസ് ആയ ജസ്ന സലീം കണ്ണൻ്റെ പടം വരയ്ക്കുകയും വരച്ച് ആ പടങ്ങളൊക്കെ വിറ്റ് ഒരുപാട് പടങ്ങളൊക്കെ വിറ്റ് അങ്ങനെ ഫേമസ് ആയി അതിലൂടെ നല്ല ക്യാഷ് ഉണ്ടാക്കുകയും അത് അവരൊരു കഴിവാണ് കേട്ടോ. കഴിവ് കൊണ്ട് പടം വരയ്ക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ നമ്മുടെ കൃഷ്ണൻ്റെ പടം വരച്ചുകൊണ്ട് അവിടെ കൊടുക്കാറുണ്ട്. എല്ലാ പ്രാവശ്യം പോവാറുണ്ടായിരുന്നു. എന്നിട്ട് പോണത് മാത്രമല്ല, അവിടെ ചെന്നിട്ടില്ല മറ്റ് മതക്കാരെ കളിയാക്കുന്ന രീതിക്ക് പോവുകയും അവിടെ ചെന്നിട്ട് റീൽസ് എടുത്ത് ഇടുകയും കേക്ക് കട്ട് ചെയ്യുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുവാൻ വരുന്ന ആരെ ഞാൻ കണ്ടിട്ടില്ല, അവിടെ റീൽസ് എടുക്കണേന്നും കണ്ടിട്ടില്ല. ഇത് അവിടെ ചെന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് റീൽസ് എടുപ്പിക്കുകയും എന്നിട്ട് അവിടെ ചെന്ന് കേക്ക് കട്ട് ചെയ്യുകയും ഈ ജസ്മോള, ഞാൻ വിളിക്കണതാണ് കേട്ടോ, ജസ്മോള ചാനലിലൂടെ അതിട്ട് റീച്ച് ഉണ്ടാക്കുകയും കൃഷ്ണൻ്റെ പ്രതിമയിൽ മാല ചാർത്തുകയും അത് കളർ പേപ്പറോ എന്തൊക്കെയോ കൊണ്ട് മാല ഉണ്ടാക്കി കൊണ്ടുവന്ന് അതും നമ്മുടെ കണ്ണൻ്റെ പ്രതിമയിൽ ഇട്ടതിന് ശേഷം അതിനെ എടുത്ത് യൂട്യൂബ് ചാനലിലൂടെ ഇട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കൃഷ്ണൻ്റെ പടം വരച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ട് മര്യാദയ്ക്ക് വന്നൂടെ? ഇത് ഇല്ല രണ്ട് മതക്കാരെയും തങ്ങളിൽ ഇല്ല തെറ്റിക്കുന്ന രീതിക്കുള്ള പ്രവൃത്തിയാണ് ഈ പെൺകുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും എടുത്ത് റീൽസ് ഇട്ട് എന്തിനാണ്? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. വൈറലാവണം, വൈറൽ. അപ്പം വൈറലാവാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പം മറ്റേ മതത്തിൽ അവരെന്തായാലും പ്രതികരിക്കുക തന്നെ ചെയ്യും. തട്ടോ ഇട്ടും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ കയറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരായാലും അതിന് പ്രതികരിക്കും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജസ് മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നമ്മളെ പള്ളിയിൽ മുസ്ലിം ഒരു പള്ളിയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഒരു ഹിന്ദുവായ ഒരാൾ ഇതുപോലെ പള്ളിയുടെ മുമ്പ് ചെന്നിട്ട് കേക്ക് കട്ട് ചെയ്യുകയോ ആ പള്ളിയിൽ പോയി റീൽസ് എടുക്കുകയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതാണ് അവരുടെ ബഹുമാനമാണത്. അത് അവരങ്ങനെയാണ്. ഇല്ല വെറും കൂതറയായിക്കൊണ്ട് അമ്പലങ്ങളിൽ കയറി ഇങ്ങനെ റീൽസ് എടുക്കുകയും അവരെ ഇല്ല വെറും ഒരിതാക്കണ രീതിക്കാണ് കാണിച്ചത്. അതിന് ഈ ആളുകൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് ഇപ്പം മുസ്ലിം മതത്തിലുള്ളവരായിരുന്നാലും നീ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ശരിയല്ലെന്നേ പറയുള്ളൂ. എന്തിനാണ് അങ്ങനെ ചെയ്യണം? അപ്പം നീ വരയ്ക്കണത് വരച്ചോ, ആരും ഒന്നും പറയൂല, വരച്ചോ. ഇത് നീ വരച്ചിട്ട് അതിന് ഈ ഫോട്ടോയൊക്കെ കൃഷ്ണൻ്റെ ഫോട്ടോയൊക്കെ വരച്ചതിന് ശേഷം അത് കാണിക്കും. ഞാൻ ഇത്ര എണ്ണം വരച്ചു, ഇത്ര എണ്ണം ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങോട്ട് അടുക്കി വെച്ചും കൊണ്ട് അത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകണം. അത് ശരിയാണ്. നിനക്ക് ഫേമസ് ആവാൻ വേണ്ടി നീ പല കോലങ്ങളും കാണിക്കുന്നുണ്ട്. അതിനെടുത്ത് പ്രതികരിക്കുന്നവരെ അവരെ വന്നിരുന്നും കൊണ്ട് അതും ഇതും പറയുകയും അതിനെക്കുറിച്ച് ഇപ്പം ഒരു പെൺകുട്ടി സംസാരിച്ചായിരുന്നു. ആ കുട്ടി അവൾ കണ്ട കാര്യം അത് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അതിനുള്ള അവകാശം ഉള്ളത് കൊണ്ടാണ് അത് പ്രതികരിക്കണത്. അപ്പം അങ്ങനെ പ്രതികരിച്ചപ്പോൾ ആ പെൺകുട്ടിയെ മോശമായ രീതിക്ക് പറയുകയും അവക്ക് വയറ്റിലുണ്ടായതിൻ്റെ പേരിലാണ് ആ പെൺകുട്ടി അതും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നെന്ന് ഇഞ്ഞ് കിടക്കുന്ന ഒരു പെൺകുട്ടി അവളെ വീട്ടിൻ്റെ അവിടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നെന്നും അവിടെ വേറൊരു പയ്യനുമായിട്ട് വന്ന് അബോർഷനാക്കാനായിട്ട് വന്നെന്നും ഇങ്ങനെയൊക്കെയുള്ള നുണപ്രചാരണങ്ങൾ നടത്തിയ നീ എത്രത്തോളം അങ്ങേ അറ്റം അതപ്പതിച്ചവളാണെന്ന് ഇതിൽ വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഒരു നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ഇത്ര അറ്റത്തോളം നീ പറയണമെങ്കിൽ നിൻ്റെ മനസ്സ്
അത്രയ്ക്കും ചീത്ത മനസ്സായതുകൊണ്ടാണ് നീ പറഞ്ഞ. ഒരു യൂട്യൂബർമാർ പോലും ഇതുപോലെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടില്ല. ശരിയാണ്, ചീത്ത വിളിക്കും, അതൊക്കെ കേട്ടിട്ടുണ്ട്. ചീത്ത വിളിക്കണവർ ഒരുപാട് പേരുണ്ട്. ഈ മോശം കമൻ്റ് ഇടുന്നവരെയൊക്കെ ചീത്ത വിളിച്ച് കളയണവരുണ്ട്. എന്നാലും ഒരു ചീത്ത വിളിച്ചാൽ തന്നെയും ആ ചീത്തയിലൂടെ ഒതുങ്ങും. ഇത് അങ്ങേ ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കുന്ന രീതിക്കാണ് നീ പറഞ്ഞതെന്ന് നീ ഓർത്തോ. വിടൂല. മുകളിലൊരാൾ നിൽപ്പുണ്ട്, ആ ആൾ നിന്നെ വിടൂല. നീ ഇന്നലെ ഞാൻ കണ്ട്, ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നീ പോയി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, കാലിൽ ഒയറും കുത്തിക്കയറ്റി കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ കിടന്നിട്ട് നിനക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ബാക്കിൽ ഊന്ന് കൊടുത്തിട്ടുണ്ട്, വടി കൊടുത്ത്. ആ വടിയിലാണ് തല വെച്ച് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ ഒരുപാട് ഇതിങ്ങനെ വന്ന് കിടക്കേണ്ടി അത്രയ്ക്കാണ് പറഞ്ഞത്. അതിൽ ഒരുപാട് പേര് വന്ന് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നീ ആ ഒരു പെൺകുട്ടി, അങ്ങനെ ഇല്ലാത്തൊരു പെൺകുട്ടി, ആ ഒരു ദുശീലത്തിലോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയെയാണ് ഇതേ കണക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. അതിൻ്റെ ശാപം ഒരു കാലോ നിൻ്റെ തലേന്ന് പോവില്ല. അതത്രയ്ക്കും അതിൻ്റെ മനസ്സുരുകി. അതിൻ്റെ വീട്ടിലുള്ള ആ കുട്ടിയുടെ അമ്മയും അച്ഛനായിരുന്നാലും സഹോദരനുണ്ടാ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, സഹോദരി ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടായിരുന്നാൽ തന്നെ അവരത്രയും എന്തുമാത്രം വേദനയോടുകൂടി കഴിഞ്ഞിട്ടുണ്ടെന്നറിയോ. നിന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ പെൺകുട്ടി, ഒരു അമ്പലത്തിൽ ഇങ്ങനെ കയറി അവിടെ ഇട്ട് റീൽസ് എടുക്കുന്നു. അതിനെയൊക്കെ കുറിച്ച് അത് എല്ലാവർക്കും എതിർപ്പുള്ള കാര്യമാണ്. അത് നിന്നെ കോടതി വരെ വിലക്കിയ കാര്യമാണ്. ഇനി ഗുരുവായൂർ അമ്പലത്തിലോട്ട് കയറരുതെന്നും എല്ലാം കോടതി വിലക്കിയ കാര്യമാണ്. അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഒരാളിന് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ പേരിൽ ആ പെൺകുട്ടി പ്രതികരിച്ചു. ആ പെൺകുട്ടി ഒരുപാട് വീഡിയോകൾ ഇട്ടായിരുന്നു. നിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത്രയ്ക്കാണ്. അതുകൊണ്ടാണ് ആ വീഡിയോകൾ ഇട്ടത്. അതിനെ അത്രയ്ക്ക് ആക്ഷേപിക്കുന്ന രീതിക്കാണ് പറഞ്ഞത്. അതൊന്ന് ഓർക്കുക. അതാണ് കാലിൽ പോയി കുത്തിവെച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, കൂടെ പോയി കിടക്കുന്നുണ്ട്. കയ്യിൽ എന്തൊരു വയറും കുത്തിക്കയറ്റി, കാലിൽ വയറും കുത്തിക്കയറ്റി, അങ്ങനെ പല ഇതായിട്ടും കിടക്കുന്നുണ്ട്. നമ്മളെ ജസ്മോള് ഒരു മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പൊ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയാ, എന്ത് നേടിയിട്ടും നമുക്ക് കാര്യമില്ല. വിദ്യാഭ്യാസം തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ഈ കേസാണ്. ഈ ഗുരുവായൂർ പരിസരത്ത് ഫോട്ടോയും വീഡിയോയും അലോഡ് അല്ല എന്ന് പറഞ്ഞിടത്ത് അവരവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, മതാചാര ചടങ്ങിൽ വീഡിയോസും ഫോട്ടോസും എടുക്കാം. അപ്പൊ ഞാൻ അവിടെ ഉത്സവത്തിനാ പോയത്. അപ്പൊ അത് മതത്തിന്റെ ഒരു ആചാരമല്ലേ, ആ ഒരു ആചാരത്തിൽ ഞാനും വിശ്വസിക്കുന്നില്ലേ എന്ന് കരുതി കണ്ണൻ ഒരു ഹരേ കൃഷ്ണ. അതാണ് കാര്യം. മതാചാരം അനുസരിച്ച് അപ്പോഴേ വേറൊരു മതത്തിലുള്ള പെൺകുട്ടി അവിടെ കയറാൻ പാടില്ല. കയറി ഫോട്ടോയും എനിക്ക് ചോദിക്കും, സിനിമയൊക്കെ പിടിക്കുന്നതാ, അതുപോലെ അല്ലാതെയുള്ള ചിലപ്പം സീരിയൽ അങ്ങനെയൊക്കെ പിടിക്കുമായിരിക്കും, അല്ലാതെ റീൽസൊക്കെ എടുക്കും. പക്ഷേ ഇതൊരു മുസ്ലിം പെൺകുട്ടിയല്ലേ, ഇല്ല കളിയാക്കും കണക്ക് ചെന്നും കൊണ്ട് ഒരു അമ്പലത്തെ അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു അമ്പലമാണ്. ആ അമ്പലത്തിനകത്ത് കയറിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക പോസ് ചെയ്ത് അങ്ങോട്ട് നിന്നും കൊണ്ട് പല രീതിക്ക്. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് എടുത്ത് വെച്ച് പിടിച്ചാ നേരെ എടുത്തോ, ഇങ്ങനെയൊക്കെ പറഞ്ഞും കൊണ്ട് നിന്ന് വീഡിയോ എടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. മാല അത് ആണല്ലോ. എനിക്ക് ഈ വീട് പണി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് തരണേ കണ്ണ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 101 ഹരേ കൃഷ്ണ എഴുതിയിട്ടൊരു മാല കോർത്തിട്ട് അവിടെ. നോട്ടുമാല ഇട്ടതായിരിക്കും പറയണ. എൻ്റെ കൃഷ്ണ, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീടൊന്ന് പൂർത്തിയാക്കി തരണേ കൃഷ്ണ എന്ന് വിളിച്ചും കൊണ്ട് ഞാൻ 101, എനിക്കത് പറയാൻ തന്നെ എനിക്കറിഞ്ഞൂടാ, എന്തോ 101 എന്തായിരുന്നാ പറഞ്ഞു കേട്ടോ. അങ്ങനെ കൃഷ്ണ എന്ന് വിളിച്ചും കൊണ്ട് ഞാൻ കൊണ്ടുവന്നു മാല ഇട്ടതാണ് എൻ്റെ വീട് പണി പൂർത്തിയാവാൻ വേണ്ടി.
അതെന്ത്, കൃഷ്ണനെ വിളിച്ചാലേ വീട് പണി പൂർത്തിയാവുള്ളൂ. അങ്ങോട്ട് പള്ളിയിൽ പോയി എൻ്റെ അള്ളാഹുവേ എനിക്കെല്ലാം നേടിത്തരണേ എന്നും പറഞ്ഞുകൊണ്ട് പോയി അവിടെ പോയി ഒന്നീ പള്ളിയിൽ പോവാത്തെന്ത്, പള്ളിയിൽ പോയി ദുആരക്കാൻ പൈസ കൊടുക്കാത്തെന്ത്, റബ്ബേ എൻ്റെ വീട് പണി ശരിയാക്കി തരണേ അള്ളാഹുവേ എന്നും പറഞ്ഞുകൊണ്ട് നിസ്കരിച്ചതിന് ശേഷം എന്നെ എൻ്റെ കുടുംബത്തെയും കരം കയറ്റണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നിനയിലെ അന്യ മതക്കാരെ കളിയാക്കാൻ വേണ്ടി കൃഷ്ണനെയാണ് ഞാൻ ആരാധിക്കണം, ഞാൻ കൃഷ്ണനെയാണ് ആരാധിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന് നോട്ടുമാല ഇട്ടെന്ന് പറയണത് ചാർത്തിയത്. അപ്പം പലരും ചോദിച്ചിട്ടുണ്ട്, വിശ്വാസം മനസ്സിൽ പോരെ, അത് പ്രകടിപ്പിക്കേണ്ട, ഇങ്ങനെ പബ്ലിക്കായിട്ട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഓരോ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതും എന്തിനാ വെച്ചാല് എന്റെ കുറച്ച് കുടുംബം അല്ലെ എന്റെ കുറച്ച് സമൂഹത്തിലുള്ള കുറച്ച് ആൾക്കാര്, ഞാൻ തോറ്റി എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെടുത്ത് ഞാൻ തോറ്റില്ല, ഞാൻ ഇപ്പോഴും കണ്ണന്റെ അടുത്ത് തന്നെ പോകാറുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതായിരുന്നു. പക്ഷെ അത് കഷ്ടകാല സമയത്ത് എന്താ പറയാ, ഞാഞ്ഞൂലും പാമ്പായി വരും എന്ന് പറഞ്ഞതോളം അതെനിക്ക് തന്നെ തലതിരിച്ചു വന്നു. ഞാൻ അത്രമേൽ കണ്ണനെ ആരാധിക്കും, ഞാൻ അത്രമേൽ ആരാധിക്കുന്നു, ഞാൻ അത്രമേൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞും കൊണ്ടാണ് ഞാൻ കണ്ണനെ ആരാധിച്ച് ഞാൻ മാല ഇട്ടത്. ഇതിപ്പോൾ കോടതിയിൽ വരെ എത്തുമെന്ന് അറിഞ്ഞില്ലായിരുന്നു. അതിപ്പം കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അതെ, അപ്പൊ അതങ്ങനെ അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. മറ്റൊന്ന്, ജസ്നയുടെ ഓരോരോ പടിപടിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, ജീവിതത്തിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, അന്ന് ജസ്ന പറഞ്ഞൊരു കാര്യം, എൻ്റെ ഭർത്താവിനെ കുറിച്ച് അന്ന് സംസാരിച്ചിരുന്നു ജസ്ന. ഭർത്താവ് വളരെയധികം അഭിമാനിക്കുന്നു, ഞാനൊരു ചിത്രകാരി, പ്രത്യേകിച്ച് ഇത്തരത്തിൽ ജസ്നയുടെ ഭർത്താവ് എന്ന് പറയുന്നത് വലിയ അഭിമാനമായിരുന്നു അദ്ദേഹത്തിനെന്ന്. ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നത് താങ്കൾക്കൊപ്പം നടക്കുന്ന, താങ്കൾ സഹോദര തുല്യൻ എന്ന് പറയുന്ന അരുണിനെ വെച്ചിട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വരുന്നുണ്ട്. അരുൺ ആരാണ് ജസ്നയ്ക്ക് എന്ന് ചോദിക്കേണ്ടത് ഞാനടക്കമുള്ള ആർക്കും അതിനുള്ള അവകാശമില്ല, അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നുമില്ല. ജസ്ന അതിനുള്ള മറുപടി നേരത്തെ പറഞ്ഞു കഴിയുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ കേൾക്കുന്നില്ല. ഹസ്ബൻഡിനെ കുറിച്ച് അദ്ദേഹം എവിടെ? ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഇനി ഹസ്ബൻഡിനെ കുറിച്ചാണ് പറയാൻ പോണത്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറ്റിയത്? അദ്ദേഹം പിന്തുണയ്ക്കുന്നതൊക്കെ നിർത്തിയോ ജസ്നയെ? പിന്തുണയ്ക്കുന്നത് നിർത്തിയതല്ല, എന്റെ ഭർത്താവിന്റെ ജോലി പോകുന്ന ഒരു സാഹചര്യം വന്നു. ഈ സമൂഹത്തിൽ നിന്നും അത്രമേൽ ഞങ്ങൾ ഭർത്താവിന്റെ ജോലി പോകുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഈ സമൂഹത്തിൽ നിന്ന് അത്രമേൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഞങ്ങളെ ദ്രോഹിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ദുബായിൽ അദ്ദേഹത്തിന്റെ ജോലി പോകുന്ന ഒരു അദ്ദേഹം എവിടെയും പറയായിരുന്നു, ജസ്ന സലീം എന്ന് പറയുന്നത് എന്റെ വൈഫാണ്, സലീം ഞാനാണ് എന്നല്ല. ജസ്ന എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്, സലീം എന്ന് പറയുന്നത് ഞാനാണ് എന്നെല്ലായിടത്തും പറയുമായിരുന്നു. എല്ലായിടത്തും പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. ജോലി പോയി നമ്മള് കാരണം എന്താ വെച്ചാൽ എന്റെ വീട്ടിലെ കാര്യങ്ങൾ, അവിടെ ഭർത്താവിന്റെ വീട്ടില് വീട് വെച്ചതും കാര്യങ്ങളൊക്കെ ലോണ് എടുത്തിട്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എന്റെ ഭർത്താവ് തന്നെയായിരുന്നു നോക്കാറ്. എന്നെ ഏൽപ്പിച്ചത് എന്റെ മാതാപിതാക്കൾ നോക്കാനായിരുന്നു. എന്നോട് അദ്ദേഹത്തിന്റെ ജോലി പോയി, അദ്ദേഹം അവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം വന്നു. രണ്ടാമത് പലരുടെയും കൈയും കാലും പിടിച്ചിട്ടാണ് വേറൊരു ജോലി കിട്ടിയത്. അപ്പൊ അദ്ദേഹത്തിനും മനസ്സിലായി എന്റെ പേര് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനും വിഷയമാണ് എന്ന് തോന്നിയപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഇക്കാക്കെ നിങ്ങൾ എവിടെയും. ജസ്ന പറഞ്ഞെന്ന് എൻ്റെ പേര് പറഞ്ഞാൽ എവിടെയും പറഞ്ഞാൽ അത് പ്രശ്നമാണ്, അതുകൊണ്ട് ഇക്കാക്കേ എൻ്റെ പേര് പറയല്ലേ എന്ന് പറഞ്ഞു. നല്ല ഇക്കാക്ക, എന്റെ പേര് പറയല്ലേ, നമുക്ക് ജീവിതമാണ് വലുത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് പോണം, എനിക്ക് എവിടെയും വിഷയം എന്റെ തട്ടമായിരുന്നു. ആ തട്ടത്തെ ഞാൻ മരിക്കുന്നതിന് തുല്യം ആ തട്ടത്തെ ഉപേക്ഷിക്കുന്നതല്ലേ എന്ന്. എവിടെയും പ്രശ്നം തട്ടമായിരുന്നു, അങ്ങനെയാണ് തട്ട എടുത്ത് മാറ്റിയത് കരുതി ഞാൻ ആ തട്ടത്തെ ഉപേക്ഷിച്ചു. അതേപോലെ ഞാൻ പറഞ്ഞു കൊടുത്തു, നമുക്ക് എവിടെയും ആരോടും നിങ്ങൾ പറയരുത് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടന്നു പോവുക, അല്ലെ നമ്മുടെ കുഞ്ഞുങ്ങളാണ് കഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞ അദ്ദേഹവും ഇപ്പൊ എവിടെയും ജസ്ന എന്നുള്ള പേര് പറയാം. ജസ്ന എന്നുള്ള പേര് എവിടെയും പറയരുത് എന്ന് പറഞ്ഞാൽ കണ്ണനെ വരച്ചാണ് ക്യാഷ് ഉണ്ടാക്കണത്. അപ്പോഴും കുട്ടികളൊക്കെ പട്ടിണിയാവും. അതുകൊണ്ട് ജസ്നയുടെ പേര് പറയല്. പടം വരയ്ക്കാതിരുന്നാൽ, കണ്ണൻ്റെ പടം വരയ്ക്കാതിരുന്നാൽ കുട്ടികളും കാക്കയും പട്ടിണിയാവും. അതുകൊണ്ട് എങ്ങും പേര് പറയരുതെന്നാണ് പറയണത്. ജസ്മോള പേര് നിൽക്കാറില്ല. കാരണം നിന്നാൽ അത്രമേൽ ദ്രോഹിക്കുക ചെയ്യുന്നത്. പണ്ട് ആൾക്കാർ എന്നാൽ അത്രമേൽ ദ്രോഹിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇത്രമേൽ
വീണ്ടും ദ്രോഹിച്ചു. നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇപ്പം എന്റെ പേര് പറയുമ്പോ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നത്. അത് എന്തിനാണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ജസ്നയ്ക്ക് എന്തായാലും മാനസികമായിട്ടൊരു പിന്തുണ അദ്ദേഹം തരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ജസ്ന ഇപ്പോഴും ജസ്നയുടെ പേരിനൊപ്പം അദ്ദേഹത്തിന്റെ പേരും കൂടി ചേർത്ത് വെച്ച് തന്നെ അറിയപ്പെടുന്നതും. തട്ടം മാറ്റി എന്ന് പറയുമ്പോഴും ജസ്ന സലീം എന്ന് തന്നെയാണ് ജസ്നയുടെ പേര് ഇപ്പോഴും. തട്ടം മാറ്റിയാലും പേരൊന്നും മാറ്റിയിട്ടില്ല കേട്ടാ, ജസ്ന സലീം എന്ന് തന്നെയുണ്ട്, അങ്ങനെ തന്നെ തുടരും. പിന്നെ ഞാൻ കണ്ണന്റെ പടം വരയ്ക്കണതാണ്, നിങ്ങൾ ആരും എന്നെ ഒന്നും പറയരുത് കേട്ടാ. ദുബൈയിലാണല്ലേ? അദ്ദേഹം ദുബായിലാണ്. സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പം അരുണിനെ കുറിച്ച് പറഞ്ഞതുപോലെ താങ്കൾ പറഞ്ഞല്ല, അരുണിനെയും എന്നെയും കുറിച്ച് പറഞ്ഞത്. അരുണിനെ മാത്രല്ല, എനിക്ക് എന്റെ സഹോദരിയുടെ മകന്റെ കൂടെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, അരുണിനെ കുറിച്ച് മാത്രമല്ല, സഹോദരിയുടെ മോൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ കുറിച്ചും പറഞ്ഞു. ഞാൻ കണ്ട് സഹോദരിയുടെ മോന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്ന് സഹോദരിയുടെ മോനാണെന്ന് പറഞ്ഞ് ആരും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഇതൊക്കെ തള്ളു. സഹോദരി മോനെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. അവന്റെയും എന്റെയും വീഡിയോ എടുത്ത്, കാരണം ഞാൻ അവന്റെ ചെറിയ ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചു പയ്യനാണ് അവന്. അവന്റെയും എന്റെയും ഫോട്ടോ വെച്ചിട്ട് അതൊന്നും അമ്മക്ക് കേൾക്കണ്ട. പിന്നെ ഞാൻ ആടിക്കും കേട്ടോ കള്ളി. ഇരുന്ന് തള്ളുമ്പോൾ കുറച്ചൊക്കെ തള്ളണം കേട്ടാ. എൻ്റെ നാക്കിന് എല്ലില്ലെന്നും പറഞ്ഞ് ഈ കൊച്ചു എല്ലാം അങ്ങ് വിളിച്ച് പറയണം. എല്ലാവരെയും മച്ചി 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 എന്ന് വിളിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഷെബീനായെ കുറ്റം പറയും. ഷെബീനായെ കുറ്റം പറയണം എന്താ, എടീ നീ അവൻ്റെ മോനുമായിട്ട് അങ്ങനെ ഇല്ലേടി, ഇങ്ങനെ ഇല്ലേടി, എൻ്റെ മോന് എടി നിൻ്റെ മോൻ എൻ്റെ അടുത്ത് പ്രേമോണടി, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നടി, എനിക്ക് മെസ്സേജ് ഇട്ടടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തള്ളേ തെറുത്തള്ളച്ചി. അവൾക്ക് എല്ലാവരെ കുറിച്ചും പറയാം, പക്ഷെ അവളെക്കുറിച്ച് ആർക്കും പറയില്ല. ഇത്രയും പോക്രിത്തരം കാണിച്ചു കൂട്ടുന്ന നിന്നെ ഇപ്പം പറയുന്നുണ്ട് ഇനി കൃഷ്ണൻ്റെ പടം വിറ്റിട്ട് വേണം ഉമ്മായെ ബാപ്പായെ ഹജ്ജിന് കൊണ്ടുപോകണം. അതും കൃഷ്ണൻ്റെ പടം വിറ്റിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. സാധാരണ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കടം ഉണ്ടെങ്കിൽ ആ കടം തീർത്തതിന് ശേഷം, സത്യം പറഞ്ഞ പലിശയ്ക്ക് പോലും 5 പൈസ എടുത്തുകൊണ്ട് ഇങ്ങനെ ഹജ്ജിന് പോകാൻ പാടില്ല എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഒരു കടം ബാക്കി വയ്ക്കാൻ പാടില്ല. അതുപോലെ ഇങ്ങനെ ഇപ്പോൾ മറ്റുള്ളവരെ ഇത് കൃഷ്ണനെ വരച്ചുകൊണ്ടേ അവൾക്ക് ഗൾഫിൽ ഉമ്മായെയൊക്കെ ഹജ്ജിന് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഇതിൽ ഇടയ്ക്ക് വെച്ച് പറയുന്ന കേട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോരുത്തരെ കുറിച്ച് എന്തെല്ലാം ആക്ഷേപമാണ്. ആ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ എന്തെല്ലാം പറഞ്ഞു, അതിൻ്റെ ശാപം തന്നെ. അതുപോലെ ഷെബീനായെ കുറിച്ച് ഷെബീനാരമ്മ തെറിത്തള്ള അവള് നല്ല മോളല്ലേ, ഈ ഷുണ്ണരി പെണ്ണല്ലേ, മുത്ത്. അതിന് ലസിത പാലക്കലിനെ കുറിച്ച് അത് തന്നെ അവർ വീഡിയോ ചെയ്യണം. നീ പറഞ്ഞ ഓരോ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്ന അവരെ കുറിച്ചും. പിന്നെന്തെന്ന് മച്ചി 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 നിനക്ക് എല്ലാവരെയും വിളിക്കാം. പൊന്നെ ജസ്മോളെ, ജസ്ന സലീമേ, നീ നന്നാവാൻ നോക്ക്. നീ എന്തിനാണ് ഇരുന്ന് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞുകൊണ്ട്? അതുപോലെ കൃഷ്ണൻ്റെ പടം നീ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നീ വരച്ചിട്ട് നിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇട്ടിപ്പോൾ അത് പബ്ലിസിറ്റി നേടേണ്ട ഒരു കാര്യമില്ല. അല്ല നീ വരയ്ക്കുന്നു കൊടുക്കുന്നു, എനിക്ക് ഇത്രയുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിൽ പിന്നെ കാലിൽ വയറും കാലിൽ വയറും ഇട്ട് കിടക്കുകയാണ്, എന്നിട്ട് ഊന്നുവടി കൊടുത്തിരിക്കണം. ബാക്കിൽ ഊന്നുവടി കൊടുത്തിട്ടുണ്ട്. അയ്യോ എനിക്ക് ചാരി കിടക്കണേ, ഊന്നുവടി മാറ്റല്ലേ. ഇതൊക്കെയാണ് പ്രവർത്തികൾ. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന പ്രവർത്തികൾ എടുത്തു വെച്ച് ചെയ്യും, വീഡിയോ ചെയ്യും. അത് നീ പറഞ്ഞിട്ട് കാര്യമില്ല, വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. നിൻ്റെ കയ്യിലിരിപ്പും പ്രവൃത്തി അത്രയ്ക്കാണ്.